ബി.ജെ.പിക്കും മോദിക്കും അടിപതറി തുടങ്ങി. മോദിയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അവരുടെ വോട്ടിംഗ് നില. അധികാരം കിട്ടിയെങ്കിലും പറയത്തക്ക വിധത്തിലുള്ള ഭൂരിപക്ഷം നേടാൻ ആയിട്ടില്ല എന്നത് തന്നെ അവരുടെ ഭരണത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നോക്കൂ, ജാർഖണ്ഡിന്റെ വിഷയം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ബി.ജെ.പി എത്രമാത്രം വെല്ലുവിളികളാണ് അവിടെ നേരിടാൻ പോകുന്നതെന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് എൽ.ജെ.പിയുടെയും നിതീഷ് കുമാറിന്റെ ജെ.ഡി.യുവിന്റെയും ശ്രമം. ബി.ജെ.പിയുടെ പൊതുവെയുള്ള കുതികാൽ വെട്ടുന്ന തന്ത്രമാണ് ജെ.ഡി.യുവിന്റെ ശിഥിലീകരണത്തിന് ഇപ്പോൾ പ്രധാന കാരണം. എന്തൊക്കെ പറഞ്ഞാലും ബി.ജെ.പിയുടെ അടിവേരിളകി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ജാർഖണ്ഡിൽ വെല്ലിയേട്ടൻ മനോഭാവമായിരുന്നു ബി.ജെ.പി വച്ചു പുലർത്തിയിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എൻ.ഡി.എ മുന്നണി എന്ന് പറഞ്ഞ് കൂടെ കൂട്ടും, പിന്നീട് ആവശ്യം കഴിഞ്ഞാൽ കൂടെ നിന്ന പാർട്ടികളെയെല്ലാം കറിവേപ്പില പോലെ എടുത്തു കളയും. ഇതാണ് ബി.ജെ.പിയുടെ സ്ഥിരം ഏർപ്പാട്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തവർ കേന്ദ്രത്തിലെ പിടി അയഞ്ഞപ്പോൾ വീണ്ടും പോലും തലപൊക്കുകയാണ്. ബി.ജെ.പിയുടെ പാലം കടക്കുവോളം നാരായണ എന്ന നയത്തിന് നിന്ന് കൊടുക്കാൻ ആവില്ല എന്നാണ് നിതീഷ് പറയുന്നത്. ജാർഖണ്ഡിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച ജെ.ഡി.യു ആണ്. ബീഹാറിൽ കൂട്ടുകക്ഷി സർക്കാരിന് നേതൃത്വം നൽകുന്ന കക്ഷിയുടെ ഭീഷണി ബി.ജെ.പി ആദ്യം മുഖവിലക്കെടുത്തിരുന്നില്ല. എന്നാൽ ജാർഖണ്ഡിൽ അങ്ങിങ്ങ് സ്വാധീനമുള്ള ചിരാഗ് പാസ്വാന്റെ എൽ.ജെ.പി ആകട്ടെ ബി.ജെ.പിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ആകെയുള്ള 81-ൽ 28 സീറ്റിൽ മത്സരിക്കാൻ ആണ് എൽ.ജെ.പിയുടെ തീരുമാനം. കഴിഞ്ഞ തവണ 50 സീറ്റിൽ മത്സരിച്ചെങ്കിലും ഒരിടത്തു പോലും ജയിച്ചിരുന്നില്ല. അധികാരം നിലനിർത്താനുള്ള ബി.ജെ.പിയുടെ ശ്രമങ്ങൾക്കാണ് അന്ന് തിരിച്ചടിയായത്. ഗോത്രവർഗ സമൂഹമാണ് ജാർഖണ്ഡിൽ രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്നത്. 12% വരുന്ന ദളിത് സമൂഹവും ഇവിടെ നിർണായക ശക്തിയാണ്. ഒ.ബി.സിക്കൊപ്പം ദളിത് സമൂഹവും കൂടി പിന്തുണച്ചാലേ ജെ.എം.എം കോട്ടകൾ പിടിച്ചു കുലുക്കാനാവുകയുള്ളൂ. ദളിത് വോട്ടിൽ കണ്ണുവെച്ചാണ് എൽ.ജെ.പിയുടെയും ജെ.ഡി.യുവിന്റെയും കരുനീക്കം. തെരഞ്ഞെടുപ്പ് പോലും ആയില്ലെങ്കിലും ബി.ജെ.പിയുടെ ചങ്കിടിപ്പ് കൂട്ടും വിധം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇരു കക്ഷികളും നിലപാടിൽ ഉറച്ചു നിന്നാൽ ചുരുങ്ങിയത് 10 സീറ്റെങ്കിലും ബി.ജെ.പിക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. എങ്ങനെയും ഭരണം പിടിക്കണമെന്നാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഉഗ്രശാസനം. ക്രൗഡ് പുള്ളറായ നേതാക്കൾ ഇല്ലെന്ന് കാര്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി മോദി ബ്രാൻഡിൽ വിശ്വസിക്കാനാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന പിറ്റേ ദിവസം മുതൽ തയ്യാറെടുപ്പ് തുടങ്ങിയതാണ്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ശിവരാജ് സിംഗ് ചൗഹാനും ഹിമന്ത ബിശ്വ ശർമ്മയും പലതവണ ജാർഖണ്ഡിൽ വന്നുപോയി. മുതിർന്ന നേതാക്കൾ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളെ കണ്ട് കാര്യങ്ങൾ ഒരുവിധം കരയ്ക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ പരമാവധി നോക്കുന്നുമുണ്ട്. ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ അമർഷം കൊണ്ടിരുന്ന ചമ്പൈ സോറനെ പുറത്ത് ചാടിച്ചിരിക്കുകയാണ്. ഹേമന്ത് സോറനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. മുഖ്യമന്ത്രിക്കെതിരെ ദിനം പ്രതി ആക്ഷേപ ശരങ്ങൾ ബി.ജെ.പി നേതൃത്വം എയ്യുന്നുമുണ്ട്. അതേസമയം മുന്നണിയിലെ ഘടകകക്ഷികളെ ഒപ്പം കൂട്ടണമെന്ന ബാലപാഠം മറന്ന ബി.ജെ.പിയെ കളി പഠിപ്പിക്കാൻ തന്നെയാണ് എൽ.ജെ.പിയുടെ നീക്കം. പരസ്പരം പാരവെച്ചും ഒറ്റയാൻ പോര് നയിച്ചും മുന്നോട്ട് പോകുന്ന ബി.ജെ.പി ഒന്നും മറന്നു പോകരുത്. എല്ലാവർക്കും ഒരു ദിവസം വരുമെന്ന്. അന്നവർ തീർച്ചയായും അതിന് പ്രതികാരം ചോദിച്ചിരിക്കുമെന്ന്.